പല കറികളിലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടും. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ അതുപോലെ സവാളയും തക്കാളിയും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഒന്ന് പതുക്കെ ഉടച്ചു കൊടുക്കാം. അതിനുശേഷം കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമുള്ള 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഗരം മസാല ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഗരം മസാല ചേർത്തില്ലെങ്കിലും ഈ കറി നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റിൽ തന്നെ നല്ലതാണ് ഈ കറി. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. കുക്കർ അടച്ച് സ്റ്റീം വരുമ്പോൾ വെയിറ്റിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കണം കേട്ടോ. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കാം. ഇനി ഒരു 15 മിനിറ്റ് വരെ, 15 തൊട്ട് 20 മിനിറ്റ് വരെയൊക്കെ ചിലപ്പോൾ കുക്ക് ചെയ്യേണ്ടി വരും. ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റിൽ ഓഫ് ചെയ്തിട്ടുണ്ട്. സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അത് വെന്തോന്ന് നോക്കാം നമുക്ക്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. ആകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇത് കുതിർക്കേണ്ട ഒരു സമയമാണ്. അതിപ്പോൾ രാത്രി വെക്കുകയാണെങ്കിൽ ഒരു 6 മണിക്കൂർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഈ ഗ്രീൻ പീസ് കുതിർക്കണം. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ കറി വയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഇത് ഒരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം അല്പം സവാള ചെറുതാക്കി കൊത്തിരിഞ്ഞതൊന്ന് വിതറി കൊടുക്കാം. ആ ഗ്രീൻ പീസിൻ്റെ കൂടെ ആ സവാളയൊക്കെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ മല്ലിയില വിതറിയതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ചേരുന്നത് ചപ്പാത്തി, പൊറോട്ട, നാൻ, ആ വക ഐറ്റംസിൻ്റെ കൂടെയാണ്. പത്തിരിക്കൊക്കെ ഇത് നല്ലതൊക്കെയാണ്. പക്ഷെ പത്തിരിക്ക് മുട്ടക്കറി, നോൺ വെജ് കറികളാണല്ലോ കൂടുതൽ ടേസ്റ്റ്, വറുത്തരച്ച കറികളൊക്കെ. അപ്പോൾ ഇത് കൂടുതൽ കോമ്പിനേഷൻ വരുന്നത് ചപ്പാത്തി, പൊറോട്ട, നാൻ, ആ വക ഐറ്റംസിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല ടേസ്റ്റുള്ളൊരു കറി കഴിക്കാം. താങ്ക് യു.